ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് പ്ലീസ്, ഇതൊന്ന് കേട്ടിട്ട് പോണേ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ്. ഒരു 15 വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞു മകളുടെ ശ്വാസകോശം മാറ്റിവെക്കാനായിട്ടുള്ള ഒരു ചികിത്സയുടെ സഹായവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിനാണ്. 15 വയസ്സുകാരി മഞ്ജലിക തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയാണ്. മഞ്ജലിക ജനിച്ചപ്പോഴോ അതിനുശേഷമോ ഒന്നും മഞ്ജലിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ നവംബറിലാണ് ആദ്യമായി അസ്വസ്ഥത തോന്നിയത്. അതിനുശേഷം ആശുപത്രിയിൽ എത്തിയപ്പോൾ ശ്വാസകോശം മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ പറയുകയായിരുന്നു. മഞ്ജലിക ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയുടെ പരിസരത്ത് നിന്ന് തന്നെയാണ് മഞ്ജലിയുടെ അച്ഛൻ രാജേഷും അമ്മ മഞ്ജു നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കൊച്ചി എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ സർജറിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഏകദേശം 80-85 ലക്ഷത്തോളം രൂപ ശ്വാസകോശ ശസ്ത്രക്രിയയ്ക്ക് ആകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാൽ നമ്മളിതൊരു ചെറിയൊരു വീഡിയോ അല്ലേ അല്ലെങ്കിൽ റീലല്ലേ എന്ന് വെച്ച് നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കളയരുത്. മാക്സിമം നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്ന അത്രയും ഗ്രൂപ്പുകളിലും ആൾക്കാരിൽ ഇതൊന്ന് എത്തിക്കുക. ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. ഈ ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ ഒന്ന് ഇതെത്തണമെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ ഷെയർ ചെയ്യുക. ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ്, സ്വകാര്യ ഹോസ്പിറ്റലിലാണ്. അതിൻ്റെ ചികിത്സയുടെ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇപ്പോഴും ഡെയിലി ലക്ഷങ്ങളാണ് അവർക്ക് ചിലവായിക്കൊണ്ടിരിക്കുന്നത്. ആ പൈസയും ഈ നാട്ടുകാരുടെയൊക്കെ സുമനസ് കൊണ്ടും അതുപോലെ തന്നെ അവരുടെ വസ്തു അവർ പണയപ്പെടുത്തിയും ഒക്കെയാണ് ഇപ്പോൾ ഈ ചികിത്സയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഒരുപാട് ലേറ്റാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശ്വാസകോശം മാറ്റി വയ്ക്കുന്നതിനുള്ള സർജറിക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കണം എത്രയും പെട്ടെന്ന്. അപ്പോൾ ഒരുപാട് സമയവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ പഴയ കളിയും ചിരിയും ആ കുഞ്ഞിനെ നമുക്ക് തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് ആൾക്കാർ പല പല പുണ്യപ്രവർത്തികൾ പല പല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കരങ്ങളിലേക്കൊന്ന് ഈ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മനസ്സിൽ നല്ല ബുദ്ധി തോന്നിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുണ്യം നിങ്ങൾക്കും ഉണ്ടാവും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ ഭാവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ദൈവത്തിൻ്റെ ഒരു കാരുണ്യം നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ ഒരു സഹായം ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ആ മാതാപിതാക്കളുടെ ഏക ഒരു പ്രതീക്ഷ ആ മോളാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും മനസ്സിൽ കണ്ടിട്ട് എല്ലാവരും സഹായിക്കുക. നന്ദി.